ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്ത ക്ഷേത്രങ്ങളിൽ ഒന്നായി മാറിയ ശബരിമല ശാസ്താക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ആർക്കും ദർശനം നടത്താവുന്ന ക്ഷേത്രമാണ് ശബരിമല. ശബരിമലയിൽ എല്ലാവരും സമന്മാരാണ്. സ്വാമി തിന്തകത്വം, അയ്യപ്പ തിന്തകത്വം എന്ന വായ്ത്താരിയും ക്ഷേത്രത്തിന് മുന്നിൽ എഴുതി വെച്ചിരിക്കുന്ന തത്വമസിയും സൂചിപ്പിക്കുന്നത് ഈ സമത്വചിന്ത തന്നെയാണ്. ശബരിമല ദർശനത്തിനായി മാലയിട്ട് കഴിഞ്ഞാൽ അയാൾ അയ്യപ്പനായി. സ്വാമി എന്നായിരിക്കും പിന്നീട് ആ അയ്യപ്പനെ അഭിസംബോധന ചെയ്യുക. പണ്ടുകാലത്ത് ഒരു വനക്ഷേത്രമായി പരിഗണിച്ചു പോന്നിരുന്ന ക്ഷേത്രം പലതവണ തീപിടിച്ച് നശിച്ചിട്ടുണ്ട്. അയ്യപ്പന്റെ ജനനത്തിന് പിന്നിലെ ഐതിഹ്യം ഇപ്രകാരമാണ്. പാലാഴി മഥന സമയത്ത് മോഹിനി രൂപത്തിൽ അവതരിച്ച വിഷ്ണുവിനെ കണ്ട് ശിവൻ മോഹിതനായി. ആ സമയത്ത് ശിവനുണ്ടായ വീര്യത്തിൽ നിന്ന് ജനിച്ച കുട്ടിയെ പന്തളം രാജാവിന് ലഭിച്ചു. കഴുത്തിൽ സ്വർണമണി ഉണ്ടായിരുന്നതിനാൽ അവന് മണികണ്ഠൻ എന്ന് പേരിട്ടു. അവൻ എല്ലാവരുടെയും ഓമനയായി വളർന്നു. പ്രായപൂർത്തിയായപ്പോൾ അവന് രാജ്യഭാരം ഏൽപ്പിക്കാൻ രാജാവ് തീരുമാനിച്ചു. ഇതറിഞ്ഞ മന്ത്രി അനാഥബാലനെ രാജ്യമേൽപ്പിക്കാനുള്ള രാജാവിന്റെ നീക്കത്തെ ചെറുക്കാൻ തീരുമാനിച്ചു. രാജ്ഞിയെ സ്വാധീനിച്ച മന്ത്രി അവരുമായി ആലോചിച്ച് അനാഥബാലന്റെ കഥ കഴിക്കാൻ ഒരു നിഗൂഢ പദ്ധതി തയ്യാറാക്കി. അതനുസരിച്ച് രാജ്ഞിക്ക് കലശലായ വയറുവേദന വന്നു. കൊട്ടാരം വൈദ്യന്മാർ പല ചികിത്സകളും നടത്തി നോക്കിയെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല. അവസാനം മന്ത്രി വിശിഷ്ട വൈദ്യൻ എന്ന പേരിൽ ഒരാളെ കൊണ്ടുവന്നു. രാജ്ഞിയെ വിശദമായി പരിശോധിച്ച വൈദ്യൻ പുലിപ്പാലിൽ തയ്യാറാക്കിയ മരുന്നുകൊണ്ടേ ഈ രോഗം ഭേദമാക്കാൻ കഴിയൂ എന്ന് വിധിച്ചു. മുന്നാഴി പുലിപ്പാൽ കിട്ടിയാൽ 3.25 നാഴിക കൊണ്ട് രോഗം ഭേദമാക്കാമെന്നായിരുന്നു വിധി. പെറ്റ പുലിയെ പിടിച്ചാലേ പാല് കിട്ടൂ. അതിനെന്തു ചെയ്യണമെന്ന് എല്ലാവരും ആലോചിച്ചു നിൽക്കെ വളർത്തുമകനായ മണികണ്ഠനെ വിളിച്ച് എങ്ങനെയെങ്കിലും തനിക്ക് അസുഖം മാറ്റാൻ മരുന്ന് കൊണ്ടുതരണമെന്ന് രാജ്ഞി വാവിട്ട് കരഞ്ഞു. മണികണ്ഠൻ ഉടനെ അതിന് സന്നദ്ധനായി. കാട്ടിൽ അലഞ്ഞു നടന്ന പുലികളുടെ ആക്രമണത്തിൽ മണികണ്ഠൻ മരിക്കുമെന്ന് രാജ്ഞിയും മന്ത്രിയും കരുതി. പക്ഷെ അവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റി. കാട്ടിൽ പോയ മണികണ്ഠൻ ഒരു നാൾ ഒരു പുലിയുടെ പുറത്തു കയറി മറ്റനേകം പുലികളുടെ അകമ്പടിയോടെ കൊട്ടാരത്തിൽ തിരിച്ചെത്തി. അതുവരെ രോഗിയായി അഭിനയിച്ചു കഴിഞ്ഞ രാജ്ഞിയും പദ്ധതി തയ്യാറാക്കിയ മന്ത്രിയും ഭയന്നു വിറച്ചു. മണികണ്ഠൻ അവതാരമാണെന്ന് മനസ്സിലാക്കിയ രാജ്ഞിയും മന്ത്രിയും തെറ്റുകൾ ഏറ്റുപറഞ്ഞ് കാൽക്കൽ വീണു. പുലിപ്പാൽ കൊണ്ടുവരാനുള്ള യാത്രയിൽ തന്റെ അവതാര ലക്ഷ്യമായ മഹിഷി നിഗ്രഹവും മണികണ്ഠൻ പൂർത്തിയാക്കിയിരുന്നു. അതിനുശേഷം ശബരിമലയിലേക്ക് പുറപ്പെട്ട മണികണ്ഠൻ ശബരിമലയിലുള്ള ശാസ്താവിഗ്രഹത്തിൽ ലയിച്ചു. പന്തളം രാജാവ് അവിടെ ക്ഷേത്രവും നിർമ്മിച്ചു എന്നാണ് പൊതുവെയുള്ള ഐതിഹ്യം. പാണ്ഡ്യരാജാവ് ഒരിക്കൽ നായാട്ടിന് വനത്തിൽ പോയപ്പോൾ അവിടെ വെച്ച് അതീവ തേജസ്വിയും ആയോധനമുറയിൽ അതിനിപുണനുമായ ഒരു യുവാവിനെ കണ്ടുമുട്ടിയെന്നും ഈ യുവാവിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ച പാണ്ഡ്യരാജാവിനോട് ഈശ്വരനാണ് തന്റെ പിതാവെന്നും ലോകമാണ് തന്റെ തറവാടെന്നും പറഞ്ഞെന്നും ഇതിൽ പ്രീതി പൂണ്ട രാജാവ് ഈ യുവാവിനെ സൈന്യത്തലവനാക്കിയെന്നുമാണ് മറ്റൊരു ഐതിഹ്യം. ഈ ഐതിഹ്യത്തിൽ ശാസ്താവിന് പൂർണ്ണ എന്നും പുഷ്കല എന്നും പേരുള്ള 2 ഭാര്യമാർ ഉണ്ടായിരുന്നെന്നും അതിൽ സത്യകൻ എന്ന പേരുള്ള ഒരു പുത്രൻ ഉണ്ടായിരുന്നതായും പറയുന്നു. അയ്യപ്പനെ പറ്റിയുള്ള മറ്റൊരു ഐതിഹ്യം ഇങ്ങനെയാണ്. ആയോധനമുറയിൽ നിപുണനായിരുന്ന അയ്യപ്പൻ അസ്ത്രവിദ്യ പഠിക്കാനായി ഇന്നത്തെ ചേർത്തലയിലെ മുഹമ്മയിലുള്ള ചീരപ്പൻചിറയിലെത്തി ആയുധവിദ്യ പഠിച്ച് തിരിച്ചു പന്തളം കൊട്ടാരത്തിലേക്ക് പോയി. ഇക്കാലത്ത് എരുമേലിയിൽ ഭരണം നടത്തിയിരുന്ന ഉദയനൻ എന്ന കാട്ടുരാജാവ് പന്തളം രാജ്യം നിരന്തരം ആക്രമിച്ചുകൊണ്ടിരുന്നു. ഉദയനന്റെ ശല്യം സഹിക്കവയ്യാതെ പന്തളത്ത് തമ്പുരാൻ തന്റെ വളർത്തുമകനായ അയ്യപ്പനോട് രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു. അയ്യപ്പൻ നേരെ തന്റെ ഗുരുവായ ചീരപ്പൻചിറ പണിക്കരുടെ അടുക്കലെത്തി സൈന്യത്തെ ആവശ്യപ്പെട്ടു. കായംകുളത്തെത്തി വലിയ അഭ്യാസിയായിരുന്ന വാവരുടെ സഹായം അഭ്യർത്ഥിച്ചു. തുടർന്ന് അമ്പലപ്പുഴ, ആലങ്ങാട് എന്നിവിടങ്ങളിൽ എത്തി അവിടെ നിന്നും സൈന്യശേഖരണം നടത്തി. തുടർന്നുണ്ടായ യുദ്ധത്തിൽ ഉദയനനെ തോൽപ്പിച്ച് വനത്തിലേക്ക് ഓടിച്ച അയ്യപ്പൻ പന്തളത്ത് തിരിച്ചെത്തിയെന്നും പറയപ്പെടുന്നു. സംഘകാലത്തെ അയ്യൻ എന്ന അയ്യനാറാണ് അയ്യപ്പൻ എന്നാണ് മറ്റൊരു പ്രബലമായ വിശ്വാസം. പഴയ നാട്ടുദേവതയായിരുന്ന അയ്യനെ കേരളത്തിലെത്തിയ നമ്പൂതിരിമാർ അപ്പൻ എന്ന നാമം ചേർത്ത് വിളിച്ച് അംഗീകരിച്ചു. അയ്യൻ അങ്ങനെ അയ്യപ്പനായി എന്നാണ് ഒരു ചിന്താഗതി. രാമായണ കാലത്ത് ശബരി ഈ മലയിൽ വസിച്ചിരുന്നത് കൊണ്ടാണ്
ഈ മലയ്ക്ക് ശബരിമല എന്ന് പേര് വരാൻ കാരണമെന്നും ഐതിഹ്യമുണ്ട്. അതല്ല എന്നും ശബരി എന്നു പേരുള്ള ഒരു ചണ്ഡാള സ്ത്രീ 18 മലകളുടെ നടുവിലുള്ള ഒരു മലയിൽ ആശ്രമം സ്ഥാപിച്ച് തപസ്സിരുന്നു. ഈ തപസ് ഇവിടെ വച്ച് നിർവ്വാണം പ്രാപിച്ചതോടെ ഈ മലയ്ക്ക് ശബരിമല എന്ന് പേരുണ്ടായതായും പറയപ്പെടുന്നു. 18 പടികൾ കയറി അയ്യപ്പ ദർശനത്തിനായി എത്തുന്ന ഭക്തൻ വജ്രാസനത്തിലിരിക്കുന്ന തിരുരൂപത്തെയാണ് കാണുന്നത്. ഈ ക്ഷേത്രത്തിൽ ഇന്നും നിത്യപൂജയില്ല. ആദ്യകാലങ്ങളിൽ മകരവിളക്കിനും മണ്ഡലകാലത്തും മാത്രമേ പൂജയുണ്ടായിരുന്നുള്ളൂ. എല്ലാ മലയാള മാസവും 1 മുതൽ 5 വരെ, വൃശ്ചികം 1 മുതൽ 41 ദിവസം, ഓണത്തോടനുബന്ധിച്ച്, മീനത്തിലെ ഉത്തരത്തോടനുബന്ധിച്ച് ഒക്കെ ഇപ്പോൾ ക്ഷേത്രം തുറന്ന് പൂജയുണ്ട്. മീനത്തിലെ കാർത്തിക കൊടിയേറി ഉത്തരത്തിന് ആറാട്ടായി ഉത്സവം ആഘോഷിച്ചു വരുന്നു. ക്ഷേത്രത്തിൽ ഇപ്പോൾ ഉപദേവതയായി ഗണിച്ചു പോരുന്ന മാളികപ്പുറത്തമ്മ ആദ്യകാലത്ത് ഭദ്രകാളി സങ്കല്പത്തിലുള്ള ദേവിയായിരുന്നു എന്ന് കരുതി വരുന്നു. ഇവിടെ വെളിച്ചപ്പാടുണ്ടായിരുന്നു എന്നും ശാക്തേയ പൂജ നടത്തിയിരുന്നു എന്നും പുരാവർത്തമുണ്ട്. 2 നിലയുള്ള മാളികയുടെ പുറത്താണ് മാളികപ്പുറത്തമ്മ. ഇതുകൂടാതെ 18-ാം പടിക്ക് താഴെ കടുത്ത സ്വാമിയെയും വാവരിനെയും ഇരുത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. ബാലികമാരെയും വൃദ്ധജനങ്ങളെയും മാത്രമാണ് ക്ഷേത്ര ദർശനത്തിന് അനുവദിച്ചിരുന്നത്. എന്നാൽ ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധി വന്നതും അതിനെ തുടർന്നുണ്ടായ കോളിളക്കങ്ങളും കേരള സമൂഹത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിയതാണ്. ഇരുമുടിക്കെട്ടില്ലാതെ അയ്യപ്പന്മാരാരും 18-ാം പടി കയറുകയോ ഇറങ്ങുകയോ ചെയ്യാറില്ല. കന്നി അയ്യപ്പന്മാർ എരുമേലിയിൽ പേട്ടതുള്ളാതെ ശബരിമലയിൽ എത്തരുത് എന്നായിരുന്നു അലിഖിത നിയമം. എരുമേലിയിലെ പേട്ടതുള്ളൽ വലിയമ്പലം, കൊച്ചമ്പലം എന്നീ 2 ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് നടത്തുന്നത്. ഭക്തജനങ്ങളോടൊപ്പം അയ്യപ്പനും പേട്ടതുള്ളലിൽ പങ്കെടുക്കുന്നു എന്നാണ് വിശ്വാസം. കൊച്ചമ്പലത്തിന് മുന്നിൽ നിന്നാണ് പേട്ടതുള്ളൽ ആരംഭിക്കുന്നത്. അവിടെ നിന്നും വാവർ പള്ളിയിലെത്തി കാണിക്കയിട്ട് വലിയമ്പലത്തിലെത്തും. അനേകം സംഘങ്ങൾ ഇപ്പോൾ പേട്ടതുള്ളാനുണ്ടെങ്കിലും അമ്പലപ്പുഴ ആലങ്ങാട് സംഘക്കാരാണ് പാരമ്പര്യ പേട്ടതുള്ളലുകാർ. ധനു 27-നാണ് ഇവരുടെ പേട്ടതുള്ളൽ. വാവരസ്വാമിയുടെ പള്ളിയിൽ വാള്, കൊടി, നാളികേരം, കൽക്കണ്ടം തുടങ്ങിയവ അർപ്പിച്ച് പള്ളിയിൽ നിന്ന് ഭസ്മം പ്രസാദമായി സ്വീകരിച്ച ശേഷം എരുമേലി ക്ഷേത്രത്തിലെത്തി അയ്യപ്പന്മാർ ദേഹത്ത് വിവിധ വർണ്ണങ്ങളിലുള്ള ചായങ്ങൾ പൂശി വൃക്ഷച്ചില്ലകളും കൊടിയും ശരങ്ങളും ഏന്തി ക്ഷേത്രത്തിനു ചുറ്റും വാദ്യഘോഷങ്ങളോട് തുള്ളുന്ന ചടങ്ങാണ് പേട്ടതുള്ളൽ. ഈ വാവരസ്വാമിയുടെ സഹായത്തോടെയാണ് അയ്യപ്പൻ പുലിമട കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞു വരുന്നുണ്ട്. അറേബ്യയിൽ നിന്നെത്തിയ ഒരു മുസ്ലിം ദിവ്യനാണ് വാവര് എന്ന മറ്റൊരു കഥയുമുണ്ട്. എരുമേലി പേട്ടതുള്ളലിന്റെ തലേ ദിവസം ധനുമാസം 26-ന് വാവരുടെ പള്ളിയിൽ നിന്നുള്ള ചന്ദനക്കുടം എഴുന്നള്ളത്ത് എരുമേലി ക്ഷേത്രത്തിലേക്ക് നടത്തുന്നു. എരുമേലിയിൽ നിന്നും ശബരിമലയിൽ എത്തേണ്ടത് എങ്ങനെയാണെന്ന് വെളിപ്പെടുത്തുന്ന ഒരു വായ്ത്താരിയാണിത്. കോട്ടപ്പടി ആസ്ഥാനവും കടന്ന പീരിയോട്ടിൽ നീരാടി കനിവിനൊട്ട് കാള കെട്ടി അഴകിനോട് അഴുതാ നദിയിൽ പൂക്കു അഴുതയിൽ കുളിച്ച് കല്ലുമെടുത്ത് കല്ലൊരു ചുമടുമേന്തി കല്ലിടും കുന്നുകേറി കല്ലിട്ട് വലം തിരിഞ്ഞ് കരിമല മുകളിൽ പൂക്കു വില്ലും ശരവും കുത്തി കിണറും കുളവും തോണ്ടി പമ്പയിൽ തീർത്ഥമാടി വലിയൊരു ദാനവും കഴിച്ച് സദ്യയും കഴിച്ച് ഗുരുക്കന്മാരെ വന്ദിച്ച് നീലിമല ചവിട്ടിക്കേറി ശബരിപീഠത്തിങ്കൽ അധിവസിച്ച് ശരംകുത്തി വലം തിരിഞ്ഞ സത്യമായൊരു പൊന്നു 18-ാം പടിയും ചവിട്ടിക്കേറി ഹരിഹരസുതനെ വന്ദിക്കുന്നു. പൊന്നമ്പലമേട്ടിലായിരുന്നു ആദ്യത്തെ ശാസ്താപ്രതിഷ്ഠ. പരശുരാമൻ സ്ഥാപിച്ച മൂലക്ഷേത്രം ഇവിടെയായിരുന്നുവെന്നും ഒരു പുരാവൃത്തമുണ്ട്. പൊന്നമ്പലമേട്ടിലാണ് മകരജ്യോതിത്തറ. സത്യമായ പൊന്നും 18-ാം പടിയെ എന്ന് ശരണം വിളിച്ചുകൊണ്ട് ശബരിമല തീർത്ഥാടനത്തിന് പോകുന്നവർ വ്യത്യസ്തമായ പല ആചാരങ്ങളും പിന്തുടരുന്നുണ്ട്. ശരണമന്ത്രം പോലും ബുദ്ധമതത്തിൽ നിന്ന് കടം കൊണ്ടതാണ് എന്ന വാദമുണ്ട്. ശബരിമല ക്ഷേത്രം മലയരുടേതാണ് എന്ന വാദവും നിലനിൽക്കുന്നുണ്ട്. ബഹുസ്വരമായ അനേകം കഥകളും വിശ്വാസങ്ങളും ആചാരങ്ങളും ശബരിമലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അവയെല്ലാം കോലാഹലങ്ങൾ സൃഷ്ടിക്കാനല്ല, മറിച്ച് സമാധാനാന്തരീക്ഷത്തെയും ആത്മീയ ഔന്നത്യത്തെയും മുറുകെ പിടിക്കാനാണ് നമ്മെ സഹായിക്കേണ്ടത് എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലായി വേണം ശബരിമല മലയാളി മനസ്സിൽ നിലകൊള്ളേണ്ടത്.